അവിടെ ചിതയൊരുങ്ങുന്നുണ്ട്. ഔദ്യോഗിക ക്രമീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. മലയാളിയുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ഭൂമിയിൽ നിന്ന് മടങ്ങാൻ ഇനി അധികം സമയമില്ല. വിജയകുമാർ. ഹാഷ്മി, അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം നമ്മളുടെ കൂടെ ഇനി ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ പുരോഗമിക്കുന്നുണ്ട്. ചിതയൊരുങ്ങുന്നത് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടല്ലോ. പല പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഇതാ ഈ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. ആളുകളുടെ തുടർച്ചയായുള്ള ഒരു ഒഴുക്ക് അത് നിലയ്ക്കുന്നില്ല. രാവിലെ നമ്മളിവിടെ ഏതാണ്ട് ഒരു 6:30 എത്തിയതാണ്. ആ സമയം മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് വ്യത്യസ്ത മേഖലകളിൽ ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല, പൊതുപ്രവർത്തകർ, അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുപ്രവർത്തകരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ശ്രീനിവാസനെ അവസാനമായി കാണണം എന്ന ആഗ്രഹമുള്ള നാടിൻ്റെ നാനാഭാഗത്തു നിന്നും, ഇപ്പോൾ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ ഉള്ള ജില്ലകളിൽ നിന്നുള്ളവർ, കേരളത്തിന് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ശ്രീനിവാസനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒട്ടുമിക്ക നേതാക്കളുമായും വളരെ അടുത്ത വ്യക്തിബന്ധം ശ്രീനിവാസനുണ്ടായിരുന്നു. വരുന്നവർക്കൊക്കെ അദ്ദേഹവുമായുള്ള എന്തെങ്കിലും ഓർമ്മകളും പങ്കുവെക്കാനുണ്ട്. അദ്ദേഹത്തെ കാണാൻ വരുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹവുമായുള്ള സൗഹൃദ നിമിഷങ്ങളും പങ്കുവയ്ക്കാനുള്ള ചില ഓർമ്മകളുമൊക്കെ ഇവർക്കെല്ലാവർക്കും ഉണ്ട്. അതൊക്കെ പങ്കുവച്ചിട്ടാണ് എല്ലാവരും ഇവിടെ നിന്നും മടങ്ങുകയും ചെയ്യുന്നത്.